ജ്യോതിശാസ്ത്രത്തിൽ നമ്മൾ ഒരാളുടെ ജനനം കണക്കാക്കുന്നതിലാണ് ഒരു വലിയ കോംപ്ലക്സ് ഉള്ളത്. അതെ. അതായത് ഇപ്പം താങ്കൾ ജനിച്ച അതേ സമയത്ത് ജനിച്ച ആൾക്കാർക്കൊന്നും താങ്കളുടേതായിട്ടുള്ള ഫലങ്ങൾ വരുന്നില്ല. പുനർജന്മം എന്ന് പറയുന്നത് സന്തതി പരമ്പരകളുമാണ് എന്ന് തന്ത്രശാസ്ത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. സയൻറ്റിഫിക്കലി കറക്റ്റ് ആണല്ലോ. ഇനി നാഗം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഒരു ശക്തി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ എല്ലാത്തിൻ്റെയും ശക്തിജാലകമായി കിടക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ മൂലാധാരേ ചതുർദളേ, ഒരു വൃത്തവും അതിൽ ചതുരം, അതിൻ്റെ മുകളിൽ 4 ഇതളുകൾ കൂടിയത് എന്ന് പറയുന്നു. നമ്മുടെ ടെയിൽ ബോൺ എടുത്ത് നോക്കിയാൽ 4 എല്ല് കൂടിയിട്ടുണ്ടാവും. ശരി അല്ലേ? അപ്പോൾ ഇത് 4 എണ്ണം കൂടി നിൽക്കുന്നതിനെ ഒരു പൂവായിട്ട് അല്ലെങ്കിൽ ഒരു ചക്രമായിട്ട് അന്ന് ഉപമിച്ചതാണ്. നമ്മുടെ ഇവിടുത്തെ 2 എല്ലും ഇതും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഗണപതിയുടെ തലപോലെ കാണാം. കണ്ടിട്ടില്ലേ? അപ്പോൾ മൂലാധാരത്തിൻ്റെ അടിസ്ഥാന ദേവത ഗണപതിയാണെന്ന് പറയുന്നു. ഈ ശക്തിജാലകയുടെ പ്രത്യക്ഷ സ്വരൂപമാണ് നാഗങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു കുലത്തിലിപ്പം ചില സ്ഥലത്ത് ഭദ്രകാളിയുള്ള സ്ഥലത്ത് നാഗകാളി വിധാനം പുറത്ത് കാണാം. എന്തുകൊണ്ട് ടാറ്റയും ബെർലയും ജനിച്ച അതേ സമയത്ത് ജനിച്ച ആൾക്കാർ അങ്ങനെ ആവുന്നില്ല? അപ്പോൾ ഇതിനകത്ത് തന്നെ പല ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ ജ്യോതിഷത്തിൽ നമുക്ക് 2-3 ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് സംശയം വരാം. ഇപ്പം നമ്മളിങ്ങനെ പ്രശ്നം വയ്ക്കുകയെന്ന് വിചാരിക്കും. ഞാൻ താങ്കളും പരാശരമുനിയും ശംഭുമുനിയും. നാഗദോഷവും മെഡിക്കൽ അസ്ട്രോളജി. ഇപ്പോൾ സാധാരണ ഒരു ജ്യോതിഷൻ്റെ അടുത്തേക്ക് പോകുന്ന സമയങ്ങളിൽ മെഡിക്കൽ അസ്ട്രോളജി എന്ന് പറയുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് എല്ലാവർക്കും. എന്താണെന്ന് അറിയണം അല്ലേ? സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു പ്രഗ്നൻസി ടൈം ആണെങ്കിൽ തന്നെയും ഒരു ഡെലിവറി ഡേറ്റ് എടുക്കാൻ വേണ്ടി മെഡിക്കൽ അസ്ട്രോളജി വഴി പലരും കൺസൾട്ട് ചെയ്യാറുണ്ട്. മെഡിക്കൽ അസ്ട്രോളജിയുടെ ടേം കേൾക്കുമ്പോൾ വളരെ പ്രസിദ്ധമാണ്, കേൾക്കാൻ ഭയങ്കര പ്രൗഡാണ്. പക്ഷേ ഡീപ്പ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഒരു നോളജ് ഉള്ളൊരു ജ്യോതിഷൻ പൂർണ്ണമായിട്ടും അതിന് ഗൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈവൻ സർജറിക്ക് പോലും ടൈം എടുത്ത് കൊടുക്കുന്ന കാലമാണ് ഇപ്പോഴും, എല്ലാവരും ചെയ്യുന്നുമുണ്ട്. തീർച്ചയായിട്ടും. അതെ. അപ്പോൾ ഇവിടെ ഈ നമ്മുടെ ബോഡി മെറ്റാബോളിസം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഘടന വെച്ചിട്ട് നാഗദേവതയുടെ ചൈതന്യം ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. അല്ലെങ്കിൽ നാഗദേവതയുടെ ഒരു പ്രത്യക്ഷമായ ഒരു സിംബോളിക് സംഭവങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട് പല രീതികളിലും, ഇൻക്ലൂഡിങ് ബാക്ക് ബോൺ, പല സംഭവങ്ങൾ പറയുന്നുണ്ട്. താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് തന്ത്രവും ഈ പറയുന്ന നാഗവും നമ്മുടെ മനുഷ്യഘടനയുമായിട്ട് ഒന്നിച്ചു പോകുന്നത്? അതായത് ഇപ്പം നമുക്ക് അതിലാദ്യം നമുക്ക് ജ്യോതിഷത്തിലൊരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് വരുന്നതാവുന്നതാണ്. തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ മെഡിക്കൽ ആസ്ട്രോളജി വരുന്ന സമയത്ത് ഇത് ജ്യോതിശാസ്ത്രത്തിൽ നമ്മൾ ഒരാളുടെ ജനനം കണക്കാക്കുന്നതിലാണ് ഒരു വലിയ കോംപ്ലക്സ് ഉള്ളത്. അതെ. അതായത് ഇപ്പം താങ്കൾ ജനിച്ച അതേ സമയത്ത് ജനിച്ച ആൾക്കാർക്കൊന്നും താങ്കളുടേതായിട്ടുള്ള ഫലങ്ങൾ വരുന്നില്ല. അതേ മൈന്യൂട്ട് സെക്കൻഡിൽ ജനിച്ചത്. അപ്പം ജനനം എവിടെ നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വിഷയമുണ്ട്. ഇത് തമ്മിലിത് കൂടി ഒരു സൈഗോട്ടായി മാറി വരുന്ന അവസ്ഥയിലാണോ? ഇതിൽ വരുന്ന അച്ഛൻ്റെ ബീജത്തിനോ അമ്മയുടെ ഇതിനോ അണ്ടത്തിനോ ഏതിനെങ്കിലും ഒന്നിന് ജീവൻ ഇല്ലെങ്കിൽ ഇത് വർക്കൗട്ട് ആവില്ല. ഇപ്പം ജീവൻ എന്ന് പറയുന്നത് പൂർവികമായി, അതുകൊണ്ട് തന്ത്രത്തിൽ പറയുന്നു നിങ്ങളുടെ പൂർവ്വജന്മം എന്ന് പറയുന്നത് പിതൃക്കളും പുനർജന്മം എന്ന് പറയുന്നത് സന്തതി പരമ്പരകളുമാണ് എന്ന് തന്ത്രശാസ്ത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് സയൻറ്റിഫിക്കലി കറക്റ്റ് ആണല്ലോ. അതായത് ജനറ്റിക്കലി ഇത് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഈ വിഷയം വരുന്നത്. ഇനി നാഗം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എന്ന് നമുക്ക് നോക്കാം. ഒരു ശക്തി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ എല്ലാത്തിൻ്റെയും ശക്തിജാലകമായി കിടക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ സ്പൈനൽ കോഡ്. ഇപ്പോൾ മെഡിക്കലി പറയുകയാണെങ്കിൽ അത് കുണ്ടലിനി എന്നൊക്കെ നമ്മൾ പറയും. ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കി നമുക്ക് ഷഡാധാര ചക്രങ്ങളെക്കുറിച്ച് നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പം മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രകം. ഇതിനിടയ്ക്ക് ഇവിടെ നാദം, നാദാന്തം, ബിന്ദു, രോധിനി, ഉന്മിനി, സമനസ്യം എന്നൊക്കെ പറഞ്ഞ് ഇതിനകത്ത് കുറച്ച് ചക്രങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ഇത് കൂടാതെ ഒരുപാട് ചക്രങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്, ഓരോരോ സന്ധികളിലുണ്ട്. ഇങ്ങനെ ഒരുപാട് ചക്രങ്ങളെ നമ്മൾ സങ്കല്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പൊതുവേ നമ്മളോട് ചോദിക്കുന്ന കാര്യം, ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റുമോ അല്ലേ? ഇങ്ങനൊരു ചക്രം ഉണ്ടോ? അപ്പോൾ എനിക്കിതിൽ പറയാൻ പറ്റുന്നത് കാണാൻ പറ്റും എന്നാണ്. കാരണം എന്താ? ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞിരുന്നു ഡോക്ട്രൈൻ ഓഫ് സിഗ്നേച്ചർ എന്ന് പറയും. മൂലാധാരേ ചതുർദളേ, ഒരു വൃത്തവും അതിൽ ചതുരം, അതിൻ്റെ മുകളിൽ 4 ഇതളുകൾ കൂടിയത് എന്ന് പറയുന്നു. നമ്മുടെ ടെയിൽ ബോൺ എടുത്ത് നോക്കിയാൽ 4 എല്ല് കൂടിയിട്ടുണ്ടാവുക. ശരി അല്ലേ? അപ്പോൾ ഇത് 4 എണ്ണം കൂടി നിൽക്കുന്നതിനെ ഒരു പൂവായിട്ട് അല്ലെങ്കിൽ ഒരു ചക്രമായിട്ട് അന്ന് ഉപമിച്ചതാണ്. അന്നത്തെ ഈ ഡോക്ട്രൈൻ ഓഫ് സിഗ്നേച്ചർ എന്ന് പറയുന്നത് നമ്മൾ പ്രകൃതിയിൽ കാണുന്ന വസ്തുക്കളെ ആയിട്ടാണ് ഇവർക്ക്. ഇപ്പം നമ്മുടെ സഹസ്രദളം എന്ന് പറയുന്നത് ഒരു താമര ആയിരക്കണക്കിന് ഇതളുകളാണല്ലോ. എന്നിട്ട് അതെന്ത് ചെയ്യുന്നു? ഒരു തടാകത്തിൽ കിടക്കുന്നു. നമ്മുടെ ബ്രെയിൻ കിടക്കുന്നു അങ്ങനെ തന്നെയാണ്. കോടിക്കണക്കിന് ന്യൂറോൺസ് ആണ്, ഇതിനകത്തൊരു ഫ്ലൂയിഡ് ഉണ്ട്, അതിനകത്താണ് ബ്രെയിൻ കിടക്കുന്നത്. അപ്പോൾ ഇവർ നോക്കുമ്പം ഇതിനെ എന്താ പറയുക, താരതമ്യം ചെയ്യാൻ പ്രകൃതിയിൽ കാണുന്നത് ഒരു പൊയ്കയിൽ കിടക്കുന്ന വലിയൊരു താമര. അപ്പോൾ ഇതിനെ നമ്മളിങ്ങനെ അതുപോലെ സ്പൈനിനകത്തുകൂടി ഈ ഫ്ലൂയിഡ് താഴേക്ക് വരുന്നത് പോലെ നമ്മളെ കുണ്ടലിനിയിലുള്ളിലൂടെ അമൃതധാര താഴേക്ക് വീഴുന്നു തന്ത്രം പറയും. ഇത് തമ്മിൽ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് പറഞ്ഞു വരുമ്പോൾ. പിന്നെ നമുക്ക് ഈ അഗ്നിമണ്ഡലം, നമുക്കിവിടെ അഗ്നി സംബന്ധമായിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് മൊത്തം വരുന്നു. ഇവിടെ ഈ എല്ലുകൾ എണ്ണിക്കഴിഞ്ഞാൽ 10 എല്ലുകളാണ്. ഈ അഗ്നിമണ്ഡലത്തിൻ്റെ മൊത്തം ചക്രം ഇട്ടാൽ 10 ഇതളുള്ള ചക്രമാണ്. ഇതെല്ലാം കണക്റ്റഡ് ആണ്. പിന്നെ മൂലാധാരത്തിൽ നമ്മൾ ഈ
നമ്മുടെ ഇവിടുത്തെ 2 എല്ലും ഇതും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഗണപതിയുടെ തലപോലെ കാണാം. കണ്ടിട്ടില്ലേ? അപ്പോൾ മൂലാധാരത്തിൻ്റെ അടിസ്ഥാന ദേവത ഗണപതിയാണെന്ന് പറയുന്നു. ഇങ്ങനെ നമുക്ക് ഒരുപാട് സാമ്യതകൾ കാണാൻ കഴിയുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞതിൽ കുറച്ച് ഡെപ്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇതേപോലെ എങ്ങനെയാണ് ഇത് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏതൊരു വ്യക്തിക്കകത്തുമുള്ള എന്താ പറയുക ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സോ അല്ലെങ്കിൽ നമ്മുടെ ശക്തിചാലകത എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്പൈനൽ കോഡാണ്. അതുപോലെ ഏതൊരു ദേവതയുടെയും ഉള്ളിലുള്ള ശക്തിയാണ് നാഗങ്ങൾ. അതായത് ഇപ്പം ഈ ശക്തി ബീജം എന്നൊക്കെ പറഞ്ഞാൽ പൊതുവേ നമ്മൾ ഹ്രീം എന്ന് പറയുന്നൊരു ബീജമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പം ഈ ഹ്രീം എന്ന് പറയുന്നത് ഓരോ മന്ത്രത്തിനകത്തും മിക്ക മന്ത്രങ്ങൾക്കകത്തും ഈ ബീജാക്ഷരങ്ങൾ കാണാനുണ്ട്. ഇപ്പം ഏകാക്ഷരി മന്ത്രത്തിനകത്താണെങ്കിലും ഇത് മൈന്യൂട്ടായിട്ട് ഇതിനെ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഇംപ്ലാന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ ശക്തിചാലകതയുടെ പ്രത്യക്ഷ സ്വരൂപമാണ് നാഗങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു കുലത്തിൽ ഇപ്പം ചില സ്ഥലത്ത് ഭദ്രകാളിയുള്ള സ്ഥലത്ത് നാഗകാളി വിധാനം ഇപ്പുറത്ത് കാണാം. ശരി, അത് ഈ ദേവതയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ശക്തിഭാവത്തെ അവിടെ ചാലകം ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ അതിനെ ട്യൂൺ ചെയ്ത് വെക്കുന്ന ഒരു മെത്തേഡാണ് സത്യത്തിൽ നാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ ഈ നാഗം നമ്മുടെ ഉള്ളിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇതിന് എവിടെയാണ് പ്രശ്നം പറ്റുക? അതുകൊണ്ടാണ് ഓരോ നാഗ വിഷയങ്ങൾക്കും ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങളായിട്ട് വരുന്നത്. സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരാം, നാഡി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഈ സ്ട്രോക്ക് പോലത്തെ ബുദ്ധിമുട്ടുകൾ, പിന്നെ അതേപോലെ എന്താ പറയുക തളർന്നു പോവുക, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരിക. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക നമുക്ക് മറവി എന്തായിരുന്നു അതിന് പറയുക നമ്മൾ അൾസൈമേഴ്സ് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരിക. ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നതൊക്കെ ഈ സർപ്പസംബന്ധമായിട്ട്. ഇപ്പം ഇത് പൊതുവേ എല്ലാവരും ഇപ്പം പറയാം സർപ്പദോഷം ഉണ്ടെങ്കിൽ ഈക്വൽ ടു കുട്ടികളുണ്ടാവില്ല അല്ലേ? അത് അങ്ങനെയല്ല. എല്ലാവർക്കും ഓരോ വിധത്തിലാണ് ഈ ബാധിക്കുന്നത് ഈ വിഷയങ്ങൾ. അത് എങ്ങനെയാണ് ആ കുലത്തിൽ ഈ ആരാധനാക്രമങ്ങൾ ഉണ്ടായത്, അത് നമ്മുടെ ശരീരത്തിൽ ഏത് ഭാഗത്തെ എഫക്റ്റ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായി പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായതിനെ അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പരിശോധനയാണ് ആവശ്യം. ഇനി ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. നമുക്ക് ഈ പറഞ്ഞ പോലെ ജന്മത്തിൻ്റെ ഒരു കാര്യത്തിൽ എന്തുകൊണ്ട് ടാറ്റയും ബെർലയും ജനിച്ച അതേ സമയത്ത് ജനിച്ച ആൾക്കാർ അങ്ങനെ ആവുന്നില്ല? അതെ. അപ്പോൾ ഇതിനകത്ത് തന്നെ പല ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ ജ്യോതിഷത്തിൽ നമുക്ക് 2-3 ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് സംശയം വരാം. ഇപ്പം നമ്മളിങ്ങനെ പ്രശ്നം വെക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനും താങ്കളും പരാശരമുനിയും ശംഭുമുനിയും ഇവരെല്ലാവരും ഇരുന്നിട്ട് പ്രശ്നം വെക്കുകയായിരിക്കും. ഒരു ടൈമറൊക്കെ വെച്ചിട്ട് ഒറ്റ അളവിൽ ഇങ്ങനെ വാരി കഴിഞ്ഞാൽ ഇപ്പം അങ്ങയുടെ കൈയുടെ വലിപ്പം എൻ്റെ കയ്യിലെ വലിപ്പവും വ്യത്യാസമാണ്, അത് കിട്ടുന്ന ആരൂഢം വ്യത്യാസമായിരിക്കും. അപ്പോൾ ചോദിക്കുക ഇങ്ങനെ ഈ എല്ലാ ആരൂഢം പല ആരൂഢം വന്ന ഒരാൾക്ക് ലഗ്നത്തിൽ വ്യാഴം, മറ്റേയാൾക്ക് 12-ൽ വ്യാഴം, അഷ്ടമത്തിൽ വ്യാഴമൊക്കെ ആയിരിക്കും. ഒരേ പ്രശ്നത്തിന് നമ്മൾ ഒരേ സമയത്ത് നോക്കിയാൽ അപ്പോൾ ഇതിനകത്ത് ആക്യുറസി ഉണ്ടോ എന്നൊരു ചോദ്യം വന്നാൽ അവിടെ മറ്റുള്ളവർ ഇപ്പം ഞാൻ പലപ്പോഴും ഈ കാര്യം കണ്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ഒന്നുകിൽ ഒന്നും മിണ്ടില്ല. അപ്പോൾ ഇതിനകത്തുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയല്ല. ഇത് ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പ്രശ്നം വയ്ക്കുമ്പം നമ്മൾ കബഡി വാരി ഇങ്ങനെ മുകളിലേക്ക് എറിയും, കമന്ന് വീഴുന്ന എടുക്കുന്നു, മലന്ന് വീഴുന്ന എടുക്കില്ല, അങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേക രീതികളാണ്. പല രീതികളുണ്ട്, പല ദേശകാലങ്ങൾക്ക് അടിസ്ഥാനമാക്കിയിട്ട് പല രീതികളിലാണ് നമ്മൾ പ്രശ്നങ്ങൾ എടുക്കുന്നത്. പക്ഷേ ഇതിലെല്ലാത്തിലും വ്യത്യസ്തമായിട്ട് നമ്മളെല്ലാവരും നോക്കിയാൽ ഒരേ ആരൂഢം കിട്ടുന്ന രീതിയിൽ ജ്യോതിഷത്തിൽ ചില ക്രമങ്ങളുണ്ട്. അത് കുറച്ച് പ്രാചീനമായിട്ടുള്ള ഗ്രന്ഥങ്ങളിലുണ്ട്. അപ്പം അത്തരത്തിൽ നമ്മൾ ആരൂഢം എടുക്കുകയും ഈ പറഞ്ഞ പോലെ ജന്മത്തിനെ നമുക്ക് വളരെ സീക്രട്ടായിട്ടുള്ള വളരെ ഡെപ്തിലുള്ള സ്ഫുടക്രിയകളിലൂടെയൊക്കെ ഒരാളുടെ ജന്മത്തിൻ്റെ ഡെപ്തിൽ പോയി അയാൾക്കുണ്ടാകുന്ന വിഷയങ്ങൾ എങ്ങനെയാണെന്ന് കണ്ടെത്തുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ചെയ്യാം. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒരു 1-2 ആളെ മാത്രമേ മാക്സിമം നമുക്ക് നോക്കാൻ പറ്റുള്ളൂ, ടൈം എടുക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഇൻഡെപ്തിൽ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ മെഡിക്കൽ ആസ്ട്രോളജി പോലെ തന്നെ നമുക്ക് ആൾക്കാരുടെ അസുഖങ്ങൾ, പ്രശ്നങ്ങൾ ഇതിനെല്ലാം കണക്കാക്കി എടുക്കാൻ പറ്റും. പക്ഷേ അതിന് ആ ശാസ്ത്രം കൃത്യമായി ഉപയോഗിക്കണമെന്ന് മാത്രം. അതെ, വളരെ വളരെ കറക്റ്റാണ്. ഈ പറയുന്ന തന്ത്രശാസ്ത്രവും ഈ മാനുഷിക ഘടനയും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ടെങ്കിലും താങ്കൾ പറഞ്ഞ പോയിന്റ്സിനകത്ത് ഇപ്പം സാധാരണ രീതിയിൽ ഇപ്പം ഞാൻ എന്ന് പറയുന്നൊരു വ്യക്തി താങ്കളുടെ അടുത്ത് വരികയാണ് എൻ്റെ ജാതകം നോക്കാൻ വേണ്ടി. എനിക്ക് എൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പാരൻസ് തന്ന ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും ആയിരിക്കും അല്ലേ? അപ്പോൾ പാരൻസിന് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ മാർക്കാണ്. അതായത് അവർക്ക് കിട്ടുന്ന ഹോസ്പിറ്റലിൽ നിന്നായിരിക്കാം. ഹോസ്പിറ്റലിൽ ഈ പറയുന്ന ഇന്നത്തെ കാലങ്ങളിൽ എല്ലാ ഹോസ്പിറ്റലുകളിലും അഡ്മിനിസ്ട്രേഷൻ ഭയങ്കര സ്ട്രെങ്ത് ആയിട്ട് നടക്കുന്ന സമയമാണ്. അപ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു നിരൂപണങ്ങളുണ്ട്. മുൻപത്തെ കാലങ്ങളിൽ ഒരു നഴ്സിന്റെ ജോലി ഒരു ഡേറ്റ് ഓഫ് ബർത്ത് എഴുതൽ മാത്രമാണോ? ഒരുപാട് കാര്യം ഉണ്ടാവും. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മാറിയാൽ ലഗ്നം മാറിപ്പോകും, മൊത്തം മാറിപ്പോകുന്ന. അതെ അതെ. അപ്പോൾ പിന്നെ അവിടെ ആ ടൈമിനൊന്നും ഒരു പ്രസക്തിയില്ല. നമ്മൾ ചെന്നെത്തുന്ന ഒരു ജാതകൻ ഒരു ദൈവജ്ഞൻ്റെ അടുത്ത് പോയി ചെന്നെത്തി കഴിഞ്ഞാൽ ദൈവജ്ഞന്റെ ക്വാളിറ്റിയാണ് അദ്ദേഹത്തിനെ എങ്ങനെ അനലൈസ് ചെയ്യുക,
ഒരു ജാതക നിരൂപണം സ്വാഭാവികമായിട്ട് 4 മുതൽ 5 മണിക്കൂർ എടുത്ത് പ്രോപ്പറായിട്ട് അദ്ദേഹം എന്താണെന്ന് മനസ്സിലാക്കി ഒരു അനാലിസിസ് കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ പൂർണ്ണമായിട്ടും ബ്ലെയിം എന്നുള്ള സ്റ്റേജിലേക്കാണ് ഒരു സൈഡിൽ പോകുന്നത്. എന്തോ ആയിക്കോട്ടെ, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ പറയുന്ന താന്ത്രിക് വിധാനങ്ങളും അല്ലെങ്കിൽ തന്ത്രശാസ്ത്രവും ഈ നാഗശാസ്ത്രവും അല്ലെങ്കിൽ നാഗദോഷങ്ങളും ഈ മാനുഷിക ഘടനയുമായിട്ട് പൂർണ്ണമായിട്ടും സയന്റിഫിക്കലി പ്രൂവൻ ആണ്. പക്ഷെ പലർക്കും ഓപ്പണായിട്ട് പറയാൻ പല സ്ഥലങ്ങളിൽ പറ്റാത്തതാണ്. പക്ഷെ താങ്കൾ പറഞ്ഞ ഒരു എക്സ്പ്ലനേഷൻ വളരെ കറക്റ്റാണ്. ഈ പറയുന്ന 1000 ഇതിലുള്ള വെള്ളത്താമരയിലാണല്ലോ മഹാദേവൻ ഇരിക്കുന്നത്. അപ്പോൾ മഹാദേവൻ എവിടെയെന്ന് ആൾക്കാർ ചോദിക്കും. അപ്പോൾ അതുപോലെയാണ് ആ ഫ്ലൂയിഡിനകത്താണ് ഈ താമരയുള്ളത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു കണക്ടിവിറ്റി താങ്കൾ കൊണ്ടുവന്നതിലും അങ്ങനെ ഒരു വളരെ മനോഹരമായി പ്രസന്റ് ചെയ്തതിലും വളരെ സന്തോഷം. നമസ്കാരം.